ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു യൂസർ നമുക്ക് കുറേ നമ്പേഴ്സ് തരും, അല്ലെങ്കിൽ കുറേ മാർക്സ് നമ്മുടെ കയ്യിൽ തരും. ആ മാർക്കിൽ നിന്ന് ഏറ്റവും മാക്സിമം മാർക്കും മിനിമം മാർക്കും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? യൂസർ കുറേ നമ്പേഴ്സ് തരും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു പ്രോഗ്രാം എഴുതുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? എത്ര മാർക്സ് അല്ലെങ്കിൽ എത്ര ഡേറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ മാർക്കാണ് ഉദ്ദേശിക്കുന്നത്. എത്ര മാർക്സ് വരുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിയണം, അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ലിമിറ്റിംഗ് വാല്യൂ ആയിട്ട് എന്ത് ചെയ്തു? ഒരു വേരിയബിളിൽ നമ്മൾ സെറ്റ് ചെയ്തു, അതാണ് എൻ. ഓക്കെ, സോ നമ്മൾ പഠിച്ചപ്പോഴേക്കും റീഡ് എൻ എന്നല്ല ഇൻപുട്ട് എൻ എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. സോ റീഡിന് പകരമായിട്ട് ഇൻപുട്ട് എൻ എന്ന് പറഞ്ഞ് കൊടുത്താലും തെറ്റില്ല, റീഡ് എൻ എന്ന് പറഞ്ഞ് കൊടുത്താലും തെറ്റില്ല. സോ എന്നിലുള്ള വാല്യൂ എന്തായിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് മാർക്സ്, എത്ര മാർക്സ് ആണോ വരുന്നത് അതിൻ്റെ വാല്യൂ ആണ് എവിടെ കിടക്കുന്നത്? എൻ എന്നുള്ള വേരിയബിളിൽ കിടക്കുന്നത് ആണല്ലോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ? എൻ മാർക്സ് വരുന്നുണ്ടെങ്കിൽ ആ ഓരോ മാർക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കളക്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ വാങ്ങണം യൂസറിൻ്റെ കയ്യിൽ നിന്നല്ലേ. അപ്പോൾ നമുക്ക് എന്നിൻ്റെ വാല്യൂയിലേക്ക്, അതായത് എൻ ടൈംസ് നമുക്ക് എന്ത് ചെയ്യണം? യൂസർ വാല്യൂസ് നമുക്ക് തരണം. അപ്പോൾ നമ്മളിവിടെ ഒരു കണ്ടീഷൻ അവർ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് തരുന്ന ഓരോ മാർക്കിൻ്റെയും മാക്സിമം വാല്യൂ മിനിമം വാല്യൂ കണ്ടുപിടിക്കണം. അതായത് ഒരു ലിസ്റ്റ് ഓഫ് മാർക്ക് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഏത് മാർക്കാണ് മിനിമം മാർക്ക്, ഏത് മാർക്കാണ് മാക്സിമം മാർക്ക് നമുക്ക് കണ്ടുപിടിക്കണം, അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയത്തില്ല ഇതിനകത്ത് ഏതാണ് മാക്സിമം ആകുന്നതെന്നും ഏതാണ് മിനിമം ആകുന്നതെന്നും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് നമ്മളൊരു അസംഷൻ ചെയ്യും ദാറ്റ് നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്ന മാർക്ക്, സോ ഇപ്പം ഒരു യൂസറിന് ഫസ്റ്റ് ഒരു സബ്ജക്റ്റിന് മാർക്ക് കിട്ടി. ഇപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ കെമിസ്ട്രിയുടെ മാർക്ക് കിട്ടി. ആ മാർക്കാണ് നമ്മുടെ അസംഷനിൽ മാക്സിമവും മിനിമവും എന്ന് പറഞ്ഞാൽ ആ മാർക്കേ ഇപ്പം നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഒരു മാർക്ക് മാത്രമേ ഉള്ളെങ്കിൽ നമ്മുടെ മാക്സിമം മാർക്ക് ആ മാർക്ക് തന്നെയാണ്, മിനിമം മാർക്കും ആ മാർക്ക് തന്നെയാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒരാളെ അല്ലെങ്കിൽ ഒരു ഡേറ്റ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ ആദ്യമേ സ്റ്റുഡൻറ്റിൻ്റെ നിന്ന് നമ്മൾ മാർക്ക് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ മാർക്കിനെ ആയിരിക്കും നമ്മൾ മാക്സിമം മാർക്കായിട്ടും മിനിമം മാർക്കായിട്ടും സെറ്റ് ചെയ്യുന്നത്. ഏത് മാർക്കിനെ? ഫസ്റ്റ് മാർക്കിനെ. ഓക്കെ, സോ സെറ്റ് മാക്സിമം ഈസ് ഈക്വൽ ടു ഫസ്റ്റ് മാർക്ക്, ദെൻ മിനിമം ഈസ് ഈക്വൽ ടു ഫസ്റ്റ് മാർക്ക്. അപ്പോൾ ആദ്യമേ ഇപ്പോൾ നമുക്ക് കെമിസ്ട്രിക്ക് കിട്ടിയിരിക്കുന്നത് 28 ആണെന്ന് വിചാരിക്കുക. ആ 28നെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? മാക്സിമം മാർക്കായിട്ടും അസൈൻ ചെയ്തു. എഗെയിൻ ഈ 28നെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? മിനിമം മാർക്കായിട്ട് നമ്മൾ അസൈൻ ചെയ്തു. കാര്യം നമുക്കിനി അറിയില്ല ഏതൊക്കെ മാർക്ക് വരും എന്നുള്ളത്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് എന്താണ്? ഈ 28നേക്കാളും വലിയൊരു നമ്പർ, ഓക്കെ, നമ്മൾ 28നേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ളൊരു മാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതായിരിക്കും നമ്മളുടെ നെക്സ്റ്റ് മാക്സിമം. അതേപോലെ തന്നെ 28നേക്കാളും ചെറുതായിട്ടുള്ളൊരു നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ നെക്സ്റ്റ് മിനിമം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടുത്തെ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഫസ്റ്റ് വാല്യൂവിനെ, ഫസ്റ്റ് മാർക്കിനെ നമ്മൾ എന്ത് ചെയ്യും? ഇനി വരാൻ പോകുന്ന ഓരോ നമ്പറുമായിട്ടും ഗ്രേറ്റർ ആണോ ലെസ് ദാൻ ആണോ എന്നുള്ള കമ്പാരിസണിൽ നമ്മളതിനെ വെരിഫൈ ചെയ്യും. ഓക്കെ അല്ലേ? അപ്പം ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഓരോ മാർക്കിനെയും, നമുക്കിപ്പോൾ യൂസറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചിരിക്കുന്ന ഓരോ മാർക്കിനെയും നമ്മൾ എന്ത് ചെയ്യുവാണ്? കമ്പയർ ചെയ്യാൻ പോവുകയാണ്. ആരുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്? നമ്മളുടെ മാക്സിമവും മിനിമവും ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന മാർക്ക് വാല്യൂസുമായിട്ട്. ഓക്കെ, ഇപ്പം വന്നിരിക്കുന്ന പുതിയ മാർക്ക്, അതിനെയാണ് നമ്മൾ മാർക്ക് എന്ന് വിളിച്ചിരിക്കുന്നത്. ഈ മാർക്കിലുള്ള വാല്യൂ നമ്മുടെ മാക്സിമത്തേക്കാളും കൂടുതലാണെങ്കിൽ, ഇപ്പം നമുക്ക് പുതുതായിട്ട് നമ്മുടെ ലിസ്റ്റിനകത്തുള്ള രണ്ടാമത്തെ മാർക്ക് ഇപ്പം 30 ആണെന്ന് വിചാരിക്കാം. 30 ആണെന്ന് വിചാരിക്കാം. 30 ആണെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യും എന്താണ്? കറണ്ട് മാക്സിമം എത്രയാണ്? 28 ആണ്. ആ കറണ്ട് മാക്സിമത്തെക്കാളും കൂടുതലാണോ നമുക്ക് കിട്ടിയിരിക്കുന്ന പുതിയ മാർക്ക് എത്രയാണ്? 30 ആണ്, അല്ലേ? അതായത് 30 ഗ്രേറ്റർ ദാൻ ഇപ്പോഴത്തെ മാക്സിമം എന്തായിരുന്നു? 28 ആയിരുന്നു. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ മാക്സിമം മാർക്കായിട്ട് നമുക്കിനി 28നെ എടുക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. നമുക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള മാർക്കായിരിക്കും നമ്മളുടെ കറണ്ട് ആയിട്ടുള്ള മാക്സിമം വാല്യൂ. സോ ഇങ്ങനെ സംഭവിക്കുവാണെങ്കിൽ നമ്മുടെ മാക്സിമം എന്നുള്ള വാല്യൂ അപ്ഡേറ്റ് ചെയ്യണം. എന്നിട്ട് എന്തായിട്ട് മാറ്റണം? പുതുതായിട്ടുള്ള ഹയസ്റ്റ് മാർക്ക്. ഇതിനകത്ത് 28ലും 30ലും ഹയസ്റ്റ് മാർക്ക് എത്രയാണ്? 30 ആണ്. സോ 30 വിൽ ബി ദ മാക്സിമം വാല്യൂ. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തേക്കുന്ന മാക്സിമം ആയിട്ടുള്ള നമ്പറിനെ, അതായത് 28നേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു നമ്പറാണ് മാർക്കിൽ വന്നിരിക്കുന്നതെങ്കിൽ, പുതുതായിട്ടുള്ള മാർക്കിൽ വന്നിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ മാക്സിമത്തിൻ്റെ വാല്യൂ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അതായത് നമ്മുടെ പുതിയ മാർക്ക് എന്താണോ അതായിരിക്കണം നമ്മളുടെ നെക്സ്റ്റ് മാക്സിമം വാല്യൂ. ഓക്കെ, ഇനി സപ്പോസ് ഇപ്പം യൂസറിന് കിട്ടിയിരിക്കുന്ന വാല്യൂ, ഇപ്പം നെക്സ്റ്റ് ആയിട്ട് നമ്മൾ യൂസറിന് കിട്ടിയിരിക്കുന്ന മാർക്ക് ഒരു 30 അല്ല, ഒരു 25 ആയിരുന്നു വിചാരിക്കുക. 25 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന മാർക്കാണ് 25. അതിനേക്കാളും നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മിനിമം വാല്യൂവിനേക്കാളും ചെറിയ വാല്യൂ ആണ് ഇപ്പം വന്നിരിക്കുന്നത്, അല്ലേ? ദാറ്റ് ഈസ് 25 ഈസ് ലെസ് ദാൻ 28. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ മിനിമം എന്തായിരിക്കണം? പുതുതായിട്ട് വന്നിരിക്കുന്ന മാർക്കായിരിക്കണം. പുതുതായിട്ട് വന്നിരിക്കുന്ന മാർക്ക് എത്രയാണ്? 25 ആണെങ്കിൽ ആ മാർക്കായിരിക്കണം പുതിയ മിനിമം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ യൂസർ ഓരോ തവണ തരുന്ന വാല്യൂസിനെയും മാർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ വാല്യൂസിനെയും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന കറണ്ട് മാക്സിമവും കറണ്ട് മിനിമവുമായിട്ട് കമ്പയർ ചെയ്യണം.
ഓക്കെ. സോ ഇത് ഒരു തവണ ചെയ്താൽ മതിയോ, 2 തവണ ചെയ്താൽ മതിയോ, എത്ര തവണ ചെയ്യണം? n ടൈംസ് നമ്മൾ ചെയ്യണം. അതായത് n അല്ലെങ്കിൽ n മാർക്സ് ആണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, സ്റ്റോർ ചെയ്തേക്കുന്നത്, ലിസ്റ്റിൽ നമ്മൾ സ്റ്റോർ ചെയ്തേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ഓരോ മാർക്ക് എടുത്തിട്ട് ആ മാർക്കിനെ നമ്മളുടെ കറണ്ട് മാക്സിമവും കറണ്ട് മിനിമമായിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ എപ്പോഴെങ്കിലും കറണ്ട് മാക്സിമത്തിനേക്കാളും കൂടുതലായിട്ടൊരു മാർക്ക് വാല്യൂ നമ്മുടെ ലിസ്റ്റിനകത്തുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ദ ഫൈനൽ മാക്സിമം വാല്യൂ. അതേപോലെ തന്നെ കറണ്ട് മാക്സിമത്തെക്കാളും കറണ്ട് മിനിമത്തെക്കാളും കുറവായിട്ടുള്ളൊരു നമ്പർ ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ദ ഫൈനൽ മിനിമം വാല്യൂ. ഈ ഒരു പ്രോസസ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് ചെയ്തു, ഒരു ഫോർ ലൂപ്പിനകത്ത് എഴുതി. ഓക്കെ. സോ ഫോർ ഈച്ച് മാർക്ക് ഇൻ ദ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഓൾറെഡി ഒരു ലിസ്റ്റ് ഓഫ് മാർക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിസ്റ്റിനകത്തു നിന്നുള്ള ഓരോ മാർക്ക് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കമ്പാരിസൺ ചെയ്യുക, ഈ ഒരു റിപ്പീറ്റഡ് പ്രോസസ്സ് നമ്മൾ എൻഡപ്പ് ചെയ്യുക. ഈ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് മാത്സ് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്കുള്ള വാല്യൂ മാത്സിലും, മിൻ നോക്കുവാണെങ്കിൽ ഏറ്റവും കുറവുള്ള മാർക്ക് മിന്നിലും വരും. ഓക്കെ. ഫോർ ആൻ എക്സാമ്പിൾ, ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന മാർക്ക് 25, 6, 28 ആൻഡ് 30 ആണെന്ന് വിചാരിക്കാം. ഓക്കെ. ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു സെക്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. ആദ്യം എന്ത് ചെയ്തു, 1, 2, 3, 4, 5. സോ 5 മാർക്കുകളാണ് ഞാൻ ഇൻപുട്ട് ചെയ്യുന്നത്. സോ എന്നിൻ്റെ വാല്യൂ എന്തുമായിരിക്കും, 5 ആയിരിക്കും. എത്ര മാർക്ക് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നുണ്ട്, 5 മാർക്കുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം കൊടുക്കുന്ന വാല്യൂ എന്താണ്, 20 ആണ്. സോ നമ്മുടെ കറണ്ട് മാക്സിമം എന്തായിട്ട് നമ്മൾ സെറ്റ് ചെയ്യും, 20 ആയിട്ടും. ആ 20 തന്നെയാണ്, നമുക്ക് വേറെ ഡേറ്റ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ മിനിമം എന്ത് തന്നെയാണ്, 20 തന്നെയാണ്. ഓക്കെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോ മാർക്കിനെയും നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്ത് നോക്കും. നമ്മൾ എന്ത് ചെയ്യണം, ഇനി വരുന്ന ഓരോ മാർക്കിനെയും, ദാറ്റ് ഈസ് ഫോർ ഈച്ച് മാർക്ക് ഇൻ ദ ലിസ്റ്റ്, നമ്മുടെ ലിസ്റ്റിനകത്തുള്ള പുതിയ വരുന്ന ഓരോ മാർക്കിനെയും നമ്മൾ എന്ത് ചെയ്യണം, മാക്സും മിന്നുമായിട്ട് കമ്പയർ ചെയ്യണം. എങ്ങനെ കമ്പയർ ചെയ്യുന്നത്, 5 വന്നു. സോ നമ്മൾ 5നെ എന്ത് ചെയ്യും, മാക്സുമായിട്ട് കമ്പയർ ചെയ്യും. അതായത് 20 ഈസ് കമ്പയർഡ് വിത്ത് 5. സോ 20 ഈസ് ഗ്രേറ്റർ ദാൻ 5 അല്ലേ. നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എന്താണ്, ഇഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ മാക്സ് ആണോ നോക്കും. ഇപ്പോഴത്തെ മാർക്ക് എത്രയാണ്, 5, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 20 ആണോ നോക്കും. ആണോ, അല്ല. സോ എന്ത് ചെയ്യത്തില്ല, മാക്സിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ നേരെ തൊട്ട് താഴെയുള്ള എഫിലേക്ക് വരും. അവിടെ ചെക്ക് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ കറണ്ട് മാർക്ക് 5, ദാറ്റ് ഈസ് ലെസ് ദാൻ നമ്മുടെ പ്രസൻറ്റ് മിനിമം ആണോ നോക്കും. പ്രസൻറ്റ് മിനിമം എത്രയാണ്, 20. നോക്ക്, ഇത് കറക്റ്റാണ് അല്ലേ. അതായത് 5 ഈസ് ലെസ് ദാൻ 20. അങ്ങനെയാണെങ്കിൽ 5ലും 20ലുള്ള മിനിമം മാർക്ക് എത്രയാണ്, 5 ആണ്. സോ മിനിമം വിൽ ബി അപ്ഡേറ്റഡ്. സോ നമ്മുടെ മിനിമം 20 ആയിരുന്നത് മാറി, മിനിമം ഇപ്പോൾ എന്തായി മാറി, 5 ആയി മാറി. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മളിതൊരു റിപ്പീറ്റഡ് പ്രോസസ്സാണ്. നമ്മൾ നേരെ എന്ത് ചെയ്യും, നെക്സ്റ്റ് മാർക്കിനെ നമ്മൾ പിക്ക് ചെയ്യും. നെക്സ്റ്റ് മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, 6 ആണ്. സോ 6 എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, 6നെ നമ്മുടെ മാക്സും മിന്നുമായിട്ട് കമ്പയർ ചെയ്യും. ഓക്കെ. എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്, 6 ഗ്രേറ്റർ ദാൻ മാക്സ് ആണോ നോക്കും. 6 ഗ്രേറ്റർ ദാൻ 20 ആണോ, അല്ല. സോ നമ്മുടെ മാക്സിമം വാല്യൂ അപ്ഡേറ്റ് ആവത്തില്ല. അടുത്ത് ചെയ്യുന്നത് എന്താണ്, 6 ലെസ് ദാൻ മിൻ ആണോ നോക്കും. 6 ലെസ് ദാൻ 5 ആണോ, അല്ല. അതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല, മിന്നും അപ്ഡേറ്റ് ചെയ്യത്തില്ല. സോ മാക്സും മിന്നും ഇപ്പോഴും 20യും 5ഉം തന്നെയാണ്. അടുത്ത മാർക്കിനെ എടുക്കും. അടുത്ത മാർക്ക് എത്രയാണ്, 28 എടുക്കുമ്പോഴേക്കും നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മുടെ പുതുതായിട്ട് വന്ന മാർക്ക് ദാറ്റ് ഈസ് 28 ഗ്രേറ്റർ ദാൻ മാക്സ് ആണോ നോക്കും. മാക്സിൽ ഇപ്പോൾ ഇരിക്കുന്ന വാല്യൂ എത്രയാണ്, 20 ആണ്. 28 ഗ്രേറ്റർ ദാൻ 20 ആണല്ലോ. സോ നമ്മുടെ മാക്സ് വിൽ ബി അപ്ഡേറ്റഡ്. മാക്സ് എങ്ങനെ അപ്ഡേറ്റ് ആവുന്നത്, 28 ആയിട്ട് റീസെറ്റ് ആവും. അപ്പോൾ 20 മാറി, ഇപ്പോൾ എന്തായി മാറും, മാക്സ് 28 ആവും. ഈ സെയിം 28നെ തന്നെ നമ്മൾ ആരുമായിട്ട് കമ്പയർ ചെയ്യണം, മിന്നുമായിട്ട് കമ്പയർ ചെയ്യണം. സോ 28 ലെസ് ദാൻ നമ്മുടെ മിനിമം വാല്യൂ എത്രയാണ്, 5 ആണോ നോക്കും. ആണോ, അല്ല. അതുകൊണ്ട് മിന്നിന് അപ്ഡേഷൻ വരില്ല. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യും, അടുത്ത എലമെൻറ്റിനെ എടുക്കും. വാട്ട് ഇസ് ദാറ്റ്, 30. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, പുതിയ മാർക്കിനെ എടുത്തിട്ട് നമ്മുടെ ന്യൂ മാർക്ക് ദാറ്റ് ഈസ് 30 ഗ്രേറ്റർ ദാൻ മാക്സ് ആണോ നോക്കും. അപ്പോൾ മാക്സിൻ്റെ വാല്യൂ എത്രയാണ്, 28 ആണ്. സോ 30 ഈസ് ഗ്രേറ്റർ ദാൻ 28. അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ ഒരു അപ്ഡേഷൻ കൊടുക്കണം. ആർക്ക് അപ്ഡേഷൻ കൊടുക്കേണ്ടത്, മാക്സ് വിൽ ബി 30. നമ്മുടെ പുതുതായിട്ടുള്ള മാർക്കായിരിക്കും നമ്മുടെ പുതിയ മാക്സ് വാല്യൂ ആവുന്നത്. സെയിം 30യെ നമ്മൾ ആരുമായിട്ട് കമ്പയർ ചെയ്യണം, മിന്നുമായിട്ട് കമ്പയർ ചെയ്യണം. കറണ്ടായിട്ടുള്ള മിൻ വാല്യൂ എത്രയാണ്, 5. 30 ലെസ് ദാൻ 5 ആണോ, അല്ല. സോ മിൻ എന്ത് ചെയ്യത്തില്ല, അപ്ഡേറ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഈ പ്രോസസ്സ് കഴിഞ്ഞ് നമ്മൾ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് മാക്സിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ നെറ്റ് ഏറ്റവും ഹയസ്റ്റ് ആയിരിക്കും മാക്സിലുണ്ടാവുക, ഏറ്റവും മിനിമം വാല്യൂ ആയിരിക്കും മിന്നിലുണ്ടാവുക. സോ നമ്മൾ രണ്ട് വാല്യൂസിനെയും പ്രിൻറ്റ് ചെയ്ത് വി വിൽ എൻഡ് അപ്പ് ദ പ്രോസസ്സ്. ഓക്കെ. സോ അപ്പോൾ ഇങ്ങനെയായിരിക്കും ഈ ഒരു കോഡ് അല്ലെങ്കിൽ ഒരു സ്യൂഡോ കോഡ് വർക്ക് ആവുന്നത്.